ബംഗാളി നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ അറസ്റ്റ് ഭീഷണി നേരിടുന്ന സംവിധായകനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ രഞ്ജിത്തിന് കുരുക്കായി പുതിയ ആരോപണം. രഞ്ജിത്ത് പ്രകൃതിവിരുദ്ധമായി പീഡിപ്പിച്ചെന്ന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവ് രംഗത്തെത്തിയത് ചലച്ചിത്ര ലോകത്തെ ഞെട്ടിക്കുകയാണ്. 2012 ബംഗളൂരുവിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് രഞ്ജിത്ത് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന് യുവാവ് പരാതി പറയുന്നു. കോഴിക്കോട് മമ്മൂട്ടി നായകനാകുന്ന ബാവുട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് രഞ്ജിത്തിനെ കണ്ടതെന്ന് പരാതിക്കാരൻ പറഞ്ഞു. അന്ന് +2 പഠിക്കുകയായിരുന്നു. ഷൂട്ടിംഗ് കാണാൻ സെറ്റിൽ എത്തിയപ്പോൾ രഞ്ജിത്തിനെ കണ്ടു. അഭിനയത്തോടുള്ള താല്പര്യം അറിയിച്ചതും രഞ്ജിത്ത് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ എഴുതി നൽകി. ഫോൺ വിളിക്കാതെ മെസ്സേജ് ചെയ്യാൻ നിർദ്ദേശിച്ചെന്നും യുവാവ് പറയുന്നു. രഞ്ജിത്തിന് മെസ്സേജ് അയച്ചപ്പോൾ ബംഗളൂരുവിൽ വെച്ച് കാണണം എന്നായി നിർദ്ദേശം. ഹോട്ടലിൽ എത്തിയപ്പോൾ സന്ദർശക സമയം കഴിഞ്ഞെന്ന് റിസപ്ഷനിസ്റ്റ് അറിയിച്ചു. താൻ ഇക്കാര്യം രഞ്ജിത്തിനോട് പറഞ്ഞതായും തുടർന്ന് പിൻവാതിലിലൂടെ മുറിയിലേക്ക് കടക്കാൻ നിർദ്ദേശിച്ചതായും ഇയാൾ പറഞ്ഞു. രഞ്ജിത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. രഞ്ജിത്ത് യുവാവിനും മദ്യം വാഗ്ദാനം ചെയ്തു. ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷം രഞ്ജിത്തിന്റെ സ്വഭാവം മാറിയെന്നും തന്നെ വിവസ്ത്രനായി കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച സംവിധായകൻ തന്നോട് വസ്ത്രം അഴിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും കൺമഷിയിടാൻ ആവശ്യപ്പെട്ടുവെന്നും പരാതിക്കാരൻ പറയുന്നു. തന്റെ കണ്ണുകൾ സുന്ദരമായിരുന്നു എന്ന് സംവിധായകൻ പറഞ്ഞിരുന്നുവത്രേ. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.